ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കൂടുതൽ ഗൂഢാലോചന തെളിവുകൾ പുറത്തുവിട്ടു ഇന്ന് മാതൃഭൂമി ന്യൂസ്. പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒറ്റ സംഘമാണ്. ഗൂഢാലോചനയിൽ 3 പേർക്കും പങ്കുണ്ട് എന്നാണ് കണ്ടെത്തിയത്. സ്മാർട്ട് ക്രിയേഷൻസ് ഉടമയായ പങ്കജ് ഭണ്ഡാരിയും ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനും തമ്മിൽ 15 വർഷമായി ബിസിനസ്സിൽ ബന്ധമുണ്ട്. ഒപ്പം തന്നെ പോറ്റിക്ക് സ്മാർട്ട് ക്രിയേഷൻസുമായി വർഷങ്ങളായുള്ള ബന്ധവുമുണ്ട്. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അവസാനഘട്ട അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് 3 പേരിലേക്കാണ്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ റൊദാം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഈ കേസിൽ ആദ്യമേ തന്നെ പ്രതി ചേർക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ 3 പേരും ദേവസ്വം ബോർഡിനും ശബരിമലയ്ക്കും പുറത്ത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി ഗൂഢാലോചന നടത്തി എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. ഇതിന് തെളിവായി ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ 3 പേരും തമ്മിൽ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ പരിചയമുണ്ടായിരുന്നു എന്നുള്ളതാണ്. റൊദാം ജ്വല്ലറി ഉടമ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും തമ്മിൽ ഏതാണ്ട് 15 വർഷം മുമ്പ് തന്നെ ബിസിനസ് പങ്കാളിത്തം ഉണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നേരത്തെ തന്നെ സൗഹൃദത്തിലായിരുന്നു എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 പേരും അറിഞ്ഞുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഗൂഢാലോചനയിൽ 3 പേർക്കും പങ്കാളിത്തമുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു അന്വേഷണ സംഘം. മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ 3 പേരും ആദ്യം നൽകിയ മൊഴികളിൽ നിന്ന് കൃത്യമായ വൈരുദ്ധ്യം നിറഞ്ഞ മൊഴികളാണ് ഇപ്പോൾ നൽകുന്നത്. അതിനോട് വൈരുദ്ധ്യമുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ശബരിമലയിൽ വാതിൽ സമർപ്പണത്തിനായിട്ട് സ്പോൺസറായിട്ടാണ് ഗോവർദ്ധൻ എത്തിയതെന്നാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഒക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനും 6 മാസം മുമ്പ് തന്നെ ഇവർ ഈ ശബരിമലയിലെ ഉരുപ്പടികൾ കൊണ്ടുപോകാനുള്ള ആലോചനകൾ തുടങ്ങി എന്ന വിവരവും അന്വേഷണ സംഘത്തിനുണ്ട്. അതിനൊപ്പമാണ് ഇന്നലെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട 2009 സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമലയിൽ സ്വർണം പൂശാൻ എത്തിയിരുന്നു എന്നുള്ള വിവരം. അവിടെ 2 ഉപക്ഷേത്രങ്ങൾ, കന്നിമൂല ഗണപതി, നാഗരാജ ക്ഷേത്രം, അതിനൊപ്പം തന്നെ മാളികപ്പുറം ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര, ഈ 3 മേൽക്കൂരകളിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് 2009 സ്വർണം പൂശിയത്. അപ്പോഴാണ് അവിടെ 2009 തന്നെ മറ്റൊരു കൊള്ള നടന്നോ എന്നുള്ള സംശയം ഉണ്ടാകുന്നത്. അത് കന്നിമൂല ഗണപതിയിലും ഒപ്പം തന്നെ നാഗരാജ ക്ഷേത്രത്തിൻ്റെയും കലശങ്ങളിൽ 98 വിജയമല്യ സ്വർണം പൊതിഞ്ഞിരുന്നു. ആ കലശങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്വർണം പൂശലിൻ്റെ മറവിൽ തട്ടിയെടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരം നേരത്തെ തന്നെ ഹൈക്കോടതിക്കും എച്ച് വെങ്കടേഷ് AGDPക്കും ലഭിച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഒരു അയ്യപ്പ ഭക്തൻ കത്ത് മുഖേന ഹൈക്കോടതിക്കും ഉദ്യോഗസ്ഥനായ എച്ച് വെങ്കടേഷിനും ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. ഏതായാലും ഇനിയുള്ള SITയുടെ അന്വേഷണം നിർണായകമാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധനിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണം അത് ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ഉരുപ്പടിയിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണമാണ് എന്ന് SIT ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് ഇപ്പോഴും ഭണ്ഡാരിയുടെയും ഒപ്പം തന്നെ ഗോവർദ്ധന്റെയും മൊഴി മാത്രമാണുള്ളത്. ഇനി ഇത് സ്ഥിരീകരിക്കപ്പെടേണ്ടത് VSCയിൽ നടക്കുന്ന പരിശോധനയിലാണ്. ശബരിമലയിൽ നിന്നെടുത്ത സാമ്പിളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ സാമ്പിളും ഒക്കെ VSCയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. VSC ഇതിന്റെ പരിശോധനാ ഫല റിപ്പോർട്ട് കോടതിയിൽ സീൽഡ് കവറിലാണ് നൽകുക. അപ്പോൾ മാത്രമാണ് ഇതെല്ലാം ഒരേ സ്വർണമാണോ അതല്ല ശബരിമലയിലേത് മാറ്റിക്കൊണ്ടുവന്ന് വെച്ച സ്വർണമാണോ എന്നൊക്കെ വ്യക്തമാവുകയുള്ളൂ.